നാടോടി നൃത്തവും ക്ലാസിക്കലും സിനിമാറ്റിക്കും എല്ലാം ഇവിടെ പോകും. ഓരോ ചുവടും അത്ര ഗംഭീരമാണ്. കുർബാന ചൊല്ലും, ഒപ്പം ഡാൻസും പഠിപ്പിക്കും. അങ്ങനെ പാതിരി ആടും പാതിരിയായി. സ്കൂൾ ജീവിതം തൊട്ടേ നമ്മളിങ്ങനെ കലാരംഗത്തുണ്ട്. അത് ഡാൻസ് മാത്രമല്ല, മോണോ ആക്ട്, പ്രച്ഛന്നവേഷം, പ്രസംഗം, കവിത തുടങ്ങിയിട്ടുള്ള സംഗതികൾ, പിന്നെ അതുപോലെ റൈറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കലാപ്രതിഭ പല പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. സ്കൂളിലും സബ് ജില്ലയിലും കിട്ടിയിട്ടുണ്ട്. അപ്പം അന്ന് തുടങ്ങി, ചെറുപ്പം തുടങ്ങി നൃത്തവേദിയിലുണ്ട്. അതെനിക്കൊരു പാഷൻ പോലെയാണ്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വൈദികന്റെ കീഴിൽ നൃത്തം പഠിക്കുന്നുണ്ട്. സൗജന്യ നൃത്ത പഠനത്തിലൂടെ കുട്ടികൾക്കും ഓരോ തവണ ചിലങ്ക കിട്ടുന്നതിലൂടെ വൈദികനും സന്തോഷം. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങളിൽ 5 ഇടവകളിലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവർക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി. നമ്മൾ പരമാവധി സമയമെടുത്ത് അവരെ പെർഫെക്റ്റ് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവർ പോരുമ്പോൾ പല ഗിഫ്റ്റുകളൊക്കെ തന്ന് കണ്ണീരോടെയൊക്കെയാണ് ഇവിടെ പറച്ചിലൊക്കെ ഉണ്ടായിരുന്നത്. കുഞ്ഞിനാൾ മുതൽ ഡാൻസ് ആണ് പ്രിയം. നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയപ്പോഴും നൃത്തം ഉപേക്ഷിച്ചില്ല. 6 വർഷം മുന്നേ വൈദിക പട്ടം ലഭിച്ചപ്പോൾ ചിലങ്ക അഴിക്കേണ്ടി വരുമെന്ന് കരുതി. എന്നാൽ സഭയുടെ പൂർണ്ണ പിന്തുണയോടെ നൃത്താവതരണം തുടർന്നു. പാട്ടുപാടുന്ന അച്ഛന്മാരുണ്ട്, സംഗീതോപകരണങ്ങൾ വായിക്കുന്ന അച്ഛന്മാരുണ്ട്. എന്നാൽ നൃത്തം ചെയ്യുന്ന അച്ഛന്മാർ ചുരുക്കമാണല്ലേ. എന്തായാലും ഇടവകക്കാരും ഹാപ്പി, അച്ഛനും ഹാപ്പി, ഇപ്പോൾ ഞാനും ഹാപ്പി. ക്യാമറമാൻ സുനിൽകുമാറിനൊപ്പം പൂജ വിനോദ്, മനോരമ ന്യൂസ്.